അസ്സലാമു അലൈക്കും. എടാ പിന്നെ നമ്മൾ +2 അറബിക്കിൻ്റെ എക്സാമിന് മോഡൽ എക്സാമിന് എന്തായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കുറച്ച് ചോദ്യത്തിൽപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് ഏതെങ്കിലും കവിതൻ്റെ 1-2 ലൈനുകൾ തരും. ഈ ലൈനുകൾ തന്നിട്ട് നിങ്ങളോട് പറയും ഇതിൻ്റെ ഫിക്രത്തുൽ മർക്കസി എഴുതാൻ വേണ്ടി പറയും. ഫിക്രത്തുൽ മർക്കസി എഴുതാൻ വേണ്ടി പറയും. എന്താ ഫിക്രത്തുൽ മർക്കസി എന്ന് പറഞ്ഞാൽ ആ കൊടുത്ത കവിതയുടെ ഉള്ളടക്കമാണ് എഴുതേണ്ടത്. ഈ കവിത പിന്നെ ലൈനിനെ കുറിച്ചിട്ട് ഇതിൻ്റെ ആശയം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നത് ഇത് പല രീതിയിൽ ചോദിക്കും. ഇവിടെ കൊടുത്തത് റിസാലത്തുൽ മർക്കസിയ എന്നാണ്. ഇത് തന്നെ വേറൊരു പേരിൽ ഫിക്രത്തുൽ മർക്കസിയ എന്നും ചോദിക്കും. ഫിക്രത്തുൽ മർക്കസിയ എന്നും പറഞ്ഞ് ചോദിക്കും. ഇത് തന്നെയാണ് ചോദിക്കുക. ഇല്ലെങ്കിൽ ഇത് അൽ മർക്കസിയ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളിത് 3 കണ്ടാലും ഇതാണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ധാരണ ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത് ചുരുക്കം. ഇത് അൽ മർക്കസിയ എന്ന് ചോദിച്ചാലും ഫിക്രത്തുൽ മർക്കസിയ എന്ന് ചോദിച്ചാലും അതേപോലെ തന്നെ റിസാലത്തുൽ മർക്കസി ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് ഒരേ കാര്യമാണ്. എന്താ എഴുതേണ്ടത്? തന്നിട്ടുള്ള കവിതയുടെ വരിയുടെ ആശയമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് നമുക്ക് എന്ത് വെച്ചാൽ മനോഹരമായിട്ട് എന്ത് ചെയ്യണം, ബോക്സ് വരച്ചോട്ട് എഴുതുക അല്ലേ. ബോക്സ് വരയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല, ബോക്സ് വരച്ചാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആവുന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഹെഡിങ് ആക്കിയിട്ട് നമുക്ക് ഫിക്രത്തുൽ മർക്കസിയ ഇവിടെ തന്നതെന്നാണ് എഴുതാം കേട്ടോ. റിസാലത്ത് മർക്കസിയ ഫിക്രത്തുൽ മർക്കസിയ എന്ന് കൊടുക്കുക, എന്തൊക്കെ ഹെഡിങ് എഴുതാം. ഫിക്രത്തു എന്നാണ് അധികം ചോദിക്കല്ലേ, ഫിക്രത്തുൽ മർക്കസിയ എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കാം കേട്ടോ. ഈ തന്നത് എന്താണോ അത് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കോമൺ ആയിക്കൊണ്ട് എഴുതാം. ഇത് വളരെ മനോഹരമായൊരു വരിയാണ്. ഇതിൽ വലിയ ആശയങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ കവിതയിലൂടെ കവി പറയുന്നുണ്ട്. ഇത് എഴുതിയിട്ടുള്ളത് പ്രസിദ്ധനായിട്ടുള്ള ഒരു കവി, ഈ പിന്നെ ആ പേര് എഴുതാം, ഇന്നാളെ പേരാണ് എഴുതിയിട്ടുള്ളതെന്ന് പറയാം. ഇത് വളരെ ഫേമസ് ആയൊരു കവിതയിലെ വരിയാണെന്ന് എഴുതാം. പിന്നെ ഈ വരിയിലൂടെ ഇന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് അതിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് അറിയുന്ന ആളുകൾക്ക് ആ വരി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ നമുക്ക് കോമഡി എങ്ങനെ തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഹാദിഹി സുത്തൂറുൻ, ഈ വരികൾ, ഹാദിഹി സുത്തൂറുൻ ജമീലത്തുൻ ഇത് വളരെ മനോഹരമായ വരിയാണ്. ഈ സുത്തൂർ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് സത്ർ എന്ന് കൊടുക്കുക. അപ്പോൾ ആദി വേണ്ട, ഹാദ മതി. അതേപോലെ തന്നെ 2 വരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആദാനി സത്തറാനി എന്ന് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുള്ള നിലക്കാണ്. കോമൺ ആയിട്ടുള്ളൊരു വാക്കുന്ന നിലക്ക് ഈ വരികൾ എന്നുള്ളത് എല്ലാത്തിലും പറയാന്നുള്ള നിലക്ക് ആദി സുത്തൂറുൻ, ഈ വരികൾ പിന്നെ ജമീലത്ത് വളരെ മനോഹരമായ വരികളാണ്. വഹിയ, ഇത് മിൻ മൽലൂമത്തി, വഹിയ മിൻ മൽലൂമത്തി, മിൻലൂമത്ത് എന്നാണ് എഴുതിയത് അല്ലേ. വഹിയ മിൻ മൽലൂമത്തി, വഹിയ മിൻ മൽലൂമത്തി അൽ മൽലൂമ അൽ മഷ്ഊറ. അങ്ങനെ വഹിയ മിനൽ മൽലൂമ അൽ മഷ്ഊറ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയിൽ നിന്നുള്ളതാണ്. ഇതൊക്കെ എല്ലാ ഇതിൽ നിന്ന് എഴുതട്ടോ, മഷ്ഊറ. ഇത് വളരെ ഫേമസ് ആയിട്ട്. ഇനി ഈ വരികൾക്ക് അറിയാൻ എഴുതിയാൽ മതി കേട്ടോ. ഇസ്മുഹ, അതിൻ്റെ പേര്, ഇസ്മുഹ ആ കവിതയുടെ പേര്. ഈ പിന്നെ മസ്ജിദിൻ കനീസിന് കഥ ആനക്ക, ഇത് ഏതിലാണ് നമ്മളെ ഹനീലക്കും അല്ല ഖൈറുള്ള എന്ന കവിതത്താണ് അല്ലേ. ഹനീലക്കും +1 ആണ്. ഖൈറുള്ള എന്ന കവിതയിലുള്ള ഇസ്മുഹ ഖൈറുള്ള, ആ കവിതയുടെ പേര് ഖൈറുള്ള. അപ്പോൾ കവിതൻ്റെ പേര് അറിയാത്തവർക്ക് ഇതുവരെ എഴുതാം. ഓക്കെ, കത്തബഹ, കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി. കത്തബഹ അത് എഴുതിയത് ആരാണ്? കത്തബഹ
കതബഹ അത് എഴുതിയത് അഷാഇറു. ഷാഇർ എന്ന് പറഞ്ഞാൽ കവി. അഷാഇറു അൽ മഷ്ഊർ പ്രസിദ്ധനായിട്ടുള്ള ഒരു കവി എഴുതിയതാണ് ഇത് അല്ലേ. മഷ്ഊർ എന്ന് പറഞ്ഞാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കവിയുടെ പേര് കൊടുക്കാം. കവിയുടെ പേര് കൊടുക്കാം. ഇവിടെ ഇതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, കവിതൻ്റെ പേര് എന്താണോ കവിതൻ്റെ പേര് അത് എഴുതാം. വേറെ കവിത ചോദിക്കുകയാണെങ്കിൽ കവിതൻ്റെ പേര് അവിടെ എഴുതാം. ഓക്കെ. ഇനി കവിതയുടെ പേര് അറിയില്ലെങ്കിൽ ഈ ലൈൻ സ്കിപ്പ് ചെയ്യാം, ഈ പോയിന്റ് സ്കിപ്പ് ചെയ്താൽ മതി. ഇവിടെ ഈ കവിൻ്റെ പേര് അറിയില്ലെങ്കിൽ ഇവിടെ വരെ എഴുതിയാൽ മതി, മഷ്ഹൂർ വരെ എഴുതിയാൽ മതി. പ്രസിദ്ധനായ കവി എഴുതിയതാണ്. വാ യുഷാത്തിറു എന്ന് പറയാം. യുഷാത്തിറു എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുന്ന അർത്ഥം. യക്കൂലു എന്ന് പറയാം. യുഷാത്തിറു അഷാഇറു കവി പങ്കുവെക്കുന്നു. ഫിഹ ഇതിൽ, കവി ഇതിൽ പങ്കുവെക്കുന്നു എന്നിറങ്ങാണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പിന്നെ ആ കവിതനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ കവിതനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതല്ലെങ്കിൽ കവിതയുടെ വരികൾ ഇവിടെ എടുത്തെഴുതാം. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ കൂടി എഴുതി വരുമ്പോൾ നിങ്ങൾ 3, 4, 5 ലൈനാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതൊരു 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എന്തായാലും 3 എന്തായാലും ഉറപ്പാണ്, ചിലപ്പോൾ 4 കിട്ടും നിങ്ങൾക്ക്. ക്ലിയർ ആയല്ലോ. അപ്പം ഇങ്ങനെയാണ് റിസാലത്തുൽ മർക്കസിയ്യ അല്ലെങ്കിൽ ഫിക്രത്തുൽ മർക്കസിയ്യ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ചോദ്യം എന്തായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതുക. ഇനി കുറച്ചും കൂടി അറിയുന്ന ആളുകൾ കുറച്ചും കൂടി നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജ് ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നാക്കി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.